എന്താ പറയുക, ആർക്കാണ് അത് അർഹതപ്പെട്ടത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് റെഡിയാവും. രണ്ടാമത്തെ കാര്യം, മണിയുടെ ഈ പറയുന്ന ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി, അത് അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങൾ കൊടുക്കണം. സോ അത് കൊടുക്കാം. അതുപോലെ ഭിന്നശേഷിയായ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പഠനത്തിൻ്റെ ചെലവ് സർക്കാർ വഹിക്കും. ചികിത്സാ ചെലവ്. ഈ 4 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു കക്ഷി കൂടിയാണ് ഈ പറയുന്ന മണി. നിങ്ങൾക്കിതാ കാണാൻ, മണി എൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ്. ആ മലയിലെ എല്ലാ വിഷയങ്ങളിലും ആദിവാസികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ വ്യക്തിപരമായി ഇടപെടുന്ന, ആ നാടിനെക്കുറിച്ച് നല്ല ബോധ്യം, ആ സമുദായത്തെക്കുറിച്ച്, അവരുടെ ആദിവാസി സമൂഹത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കരളായി മേഖലയിലെ ആദിവാസികളെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. കാരണം എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പോൾ ഈ എടുത്ത കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നടത്തിയ സമരം അവസാനിപ്പിക്കുകയാണ്. ബോഡി എവിടെയാണ് തേപ്പിക്കുന്നത്? ഇതിപ്പോൾ ഇവരുടെ ഒരു പ്രത്യേക കൾച്ചർ അനുസരിച്ച് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എവിടെ ഒരു മരണപ്പെട്ടാലും, ആ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വന്യജീവി ആക്രമണങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് ആ ടെറിട്ടറിയിൽ തന്നെ അടക്കണമെന്നാണ് ഇത്. അപ്പോൾ അവരുടെ ഊരിലേക്ക് കൊണ്ടുപോകാതെ എവിടെയാണോ മരണപ്പെട്ടത് അതിന് ചുറ്റും ഇവർ സംസ്കരിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. അതാണ് തീരുമാനമെടുത്തത്.